Alhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma yassir wa la tu'assir rabbi zidna ilman kathira. സൂറത്ത് ഫാത്തിഹ ആരാ പാരായണം ചെയ്യുന്നത്? أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഓക്കെ, പിന്നെ ഊദും ബിസ്മി ചെല്ലുന്നോടത്ത് ഗാലിനെ ശ്രദ്ധിക്കണം. പിന്നെ ഈ ഇഹ്ദിന സിറാത്തൽ എന്ന് പറഞ്ഞോടത്ത് ഇതിലേക്ക് പോകണ്ടേ? ഇഹ്ദിന ഈ വേണ്ട, ഇഹ്ദിന. അതേപോലെ സിറാത്തല്ലേ മൂന്നും ഹവിയാണ്. അല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബ് അലൈഹിം എന്ന് വഖഫ് ചെയ്യാണ്ട് ഗൈറിൽ മഗ്ദൂബ് അലൈഹിം ശരിക്കും അത് ആയത്ത് മൊത്തം തന്നെ ഓതണം എന്നാണ്. അപ്പോൾ അത് പിന്നെ എന്താ പറയാ, നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പിന്നെ ഒരു മുറിക്കാണ്ട് കംപ്ലീറ്റ് ഓതൽ ബെറ്റർ ആണ്. ഓക്കെ ഓക്കെ, ശുക്രൻ ജസാക്കല്ലാഹ്. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا من لدنه ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا. اوكي ما شاء الله، بارك الله فيك، شكرا جزاك الله. بسم الله الرحمن الرحيم. إنا جعلنا ما على الأرض زينة لها لنبلوهم أيهم أحسن عملا وإنا لجاعلون ما عليها صعيدا جرزا أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. أم حسب باء ساكنة مكلكلة نقول أم حسبت أن أصحاب الكهف أم حسبت أن أصحاب الكهف كهف أم حسبت أن أصحاب الكهف والرقيم كانوا من آياتنا عجبا. اوكي اوكي شكرا جزاك الله. السلام عليكم. بسم الله الرحمن الرحيم. إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ. സോറി, ഇത് എന്നുള്ളോട് തന്നെ പ്രശ്നം വന്നിരിക്കുന്നത്. ഒരു മിനിറ്റ് പറഞ്ഞേട്ടെ. കഫിഹിം എന്നുള്ളടത്തും ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. കഫിഹിം അല്ല, ഇലൽ കഫി അവിടെ ഒരു ഹാവിന് വേറെന്തോ ഒരു രൂപത്തിലേക്കാണ് പോയത്. ഇദ് അവൽ ഫിത്യതു ഇലൽ കഫി. إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا فضربنا على آذانهم في الكهف سنين عددا ثم بعثناهم لنعلم أي الحزبين أحصى لما لبثوا أمدا. ഓക്കെ, അക്ഷരങ്ങൾ ഒന്നും കൂടി ക്ലാരിറ്റി കൊണ്ടുവരാണ് വേണ്ടത്. അക്ഷരങ്ങൾ കൃത്യമാക്കാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. അക്ഷരങ്ങൾ
ഒന്നുകൂടി നല്ല ഷാർപ്പ് ഓക്കെ. ആക്കിയാൽ ക്ലിയർ ആയി. ഓക്കെ, ശുക്രൻ, ജസാക്കല്ല. അടുത്തൊരാളും കൂടി, ഒരാൾക്കും കൂടി ചാൻസ് ഉണ്ട്. ഞാനോതാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق إنهم അവിടെ ഒന്ന് കൊടുത്ത ഉഷാറായി. نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى وربطنا على قلوبهم إذ قاموا فقالوا ربنا رب السماوات والأرض لن ندعو من دونه إلها لقد قلنا إذا شططا. ഓക്കെ, ഹംദത്ത ഉഷാറായിട്ട് പാരായണം ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഉഷാറായിട്ടുണ്ട്, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹ്. അപ്പോൾ ഹർഫുകൾ നമ്മൾ പഠിച്ച ഭാഗം ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാണ്. പിന്നെ പുതിയ ആൾ വന്ന ആളുകൾക്കും അതേപോലെയുള്ള ആളുകൾക്കും ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഒന്നും കൂടി ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ അക്ഷരങ്ങളെ കുറിച്ചാണ്. ഹർഫ് പിന്നെ 28 ശബ്ദമുള്ള അക്ഷരങ്ങളുണ്ട് എന്ന് നമ്മൾ പിന്നെ പഠിച്ചിട്ടുണ്ട്. 28 ശബ്ദമുള്ള അക്ഷരങ്ങൾ. പിന്നെ വേറെന്താണ്, അതിൽ 7 ഹർഫുകൾ എന്താണ്, 7 ഹർഫുകൾ കുറച്ച് കുറച്ചല്ല ഹെവി ആയിട്ട് ഉച്ചരിക്കേണ്ട ഹർഫുകളാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. പിന്നെ അതേപോലെ അക്ഷരത്തിന്റെ പേര്, മുഴുവൻ അക്ഷരത്തിന്റെ പേരും കൃത്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരും പഠിച്ചു വെക്കണം. കാരണം നമ്മൾ തഹജ്ജുദ് പറയുന്ന സമയത്ത് നിർബന്ധമായിട്ടും അത് വേണ്ടിയതാണ്. അതുകൊണ്ട് അക്ഷരത്തിന്റെ പേര് പഠിച്ചു വെക്കുക. അക്ഷരത്തിന്റെ പിന്നെ അറബി അക്ഷരങ്ങൾക്ക് 20 ഹാലുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി. ആദ്യം 3 ഹാലുകളാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 1, 2, 3 ഹാലുകൾ. ഒന്നാമത്തേത് ഫത്ഹ ഹാല് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ആ ഈ ഉ ആ ശബ്ദം വരാനുള്ള കാര്യങ്ങളാണ്. ഫത്ഹ, ആ, കെസ്ര, ഇ, ദൊമ്മ, ഉ, ആ, ഇ, ഉ, ആ ഒരു അതാണ് ഫത്ഹ, കെസ്ര, ദൊമ്മ. ഒന്നാമത്തെ ഹാല് ഫത്ഹ, രണ്ടാമത്തെ കെസ്ര, മൂന്നാമത്തെ ദൊമ്മ. ഇങ്ങനെ 3 ഹാലുകൾ. ഈ ഹാലുകൾ പഠിക്കുന്ന കൂടെ തന്നെ നമ്മൾ പഠിച്ചാൽ നേരത്തെ പറഞ്ഞ കാര്യം, ലെറ്റേഴ്സ് 2 ടൈപ്പാണ്. ഒന്ന് ഹെവി ആണ്, ഒന്ന് ലൈറ്റ് ആണ്. ഹെവി ആയിട്ടുള്ള എപ്പോഴും ഹെവി ആയിട്ട് വരുന്ന 7 ഹാർഫുകളുണ്ട്. അതേപോലെ ബാക്കിയുള്ളത് ചില സമയങ്ങളിൽ ഹെവി ആകുന്ന അക്ഷരങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഹെവി എന്നുള്ളതിന് അറബിക് ടേമാണ് ഹുറൂഫുൽ ഇസ്തിഅല, സ്വരഭാരം അല്ലെ ഉയർത്തി പറയേണ്ടത്, ഉയർത്തിയിട്ടുള്ള ഇസ്തിഅല എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന ഹർഫ്, അക്ഷരം, ഉയർന്നുച്ചരിക്കേണ്ട അക്ഷരം എന്ന് പറയാം. അതേപോലെ ഹുറൂഫുൽ ഇസ്തിഫാല, താഴ്ത്തി ഉച്ചരിക്കേണ്ട സ്വരലാഘവത്തോടെ സ്വരഭാരത്തോടു കൂടി. അതിതാ ഇനി വരാൻ പോകുന്നു. ഹുറൂഫുൽ മുഫഖമ, തഫ്ഖീം, വായ് നിറച്ച് സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കേണ്ടത്. അതേപോലെ ഹുറൂഫുൽ മുറക്കക എന്ന് പറയുമ്പോൾ പിന്നെ ലൈറ്റ് ആയിട്ട് സ്വരലാഘവത്തോടു കൂടിയിട്ട് നോർമൽ കേസിൽ ഉച്ചരിക്കേണ്ട ഹർഫുകൾ. ഇങ്ങനെ 2 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ തന്നെ മുഫഖമ, എല്ലാ സമയവും മുഫഖമയായിട്ട് വരുന്ന, ദായിമൻ എന്ന് പറയുന്നത് 7 ഹർഫുകളാണ്. അത് നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കണം. മുഫഖമയായിട്ട് എപ്പോഴും മുഫഖമയായിട്ട് വരുന്ന 7 ഹർഫുകളുണ്ട്. ആ 7 ഹർഫുകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് തുഫഖമ അഹ്യാനൻ, ചില സമയങ്ങളിൽ ഹെവി ആയിട്ട് വരുന്ന ഹർഫുകൾ. അത് അലിഫ് ലാം റാ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. അതേപോലെ എപ്പോഴാണ് ഈ അലിഫ് പിന്നെ മുഫഖമയാകുന്നത് അല്ലെങ്കിൽ വായ് നിറച്ചുച്ചരിക്കേണ്ടത്, തഫ്ഖീമാകുന്നത് എന്ന് ആണ് നമ്മൾ നോക്കേണ്ടത്. അത് മുഫഖമയായിട്ടുള്ള അക്ഷരങ്ങൾ, മുഫഖമയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമയത്തും മുഫഖമയായിട്ട് വരുന്ന ഹർഫുകൾ 7 പ്ലസ് റാ, ആ 3 7 8 ഹർഫുകളെ കൂടെ അലിഫ് മദ് വരികയാണെങ്കിൽ അവിടെ അലിഫ് മദ്ദും എന്തായിരിക്കും, ഹെവി ആയിരിക്കും. ഇപ്പൊ കാഫ് ഹെവി ലെറ്റർ ആണ്. ഹെവി ലെറ്റർ മുഫഖമയായിട്ടില്ല. കോ വായ് നിറച്ച് പറയേണ്ടതാണ്. അതിന്റെ കൂടെ അലിഫും കൂടി വരുമ്പോൾ ആ അലിഫും ഹെവി ആയിട്ട് തന്നെയാണ്. ഖാലു, നോക്കൂ, കാനു, ആ ഒരു ഡിഫറൻസ്. ഓക്കെ, അത് മനസ്സിലാക്കി. ഒന്ന് അലിഫ് ഹെവി ആയിട്ടുള്ള അക്ഷരത്തിന്റെ കൂടെ പിന്നെ അലിഫ് വരികയാണെങ്കിൽ,
ഹെവി ആയിട്ടുള്ള മുഫഹമയായിട്ടുള്ള അക്ഷരത്തിന് കൂടെ അലിഫ് വരികയാണെങ്കിൽ ആ അലിഫ് ആ സമയത്ത് മുഫഹമയായിരിക്കും. എപ്പോഴും അതിനെ ആ ഒരു കണ്ടീഷനിൽ കൂട്ടണ്ട, മുഫഹമയായിട്ടുള്ള അക്ഷരത്തിന്റെ കൂടെ. അപ്പൊ അതാണ് ചില സമയങ്ങളിൽ ഇത് പറയുന്നത്. രണ്ടാമത്തെ ഹർഫാണ് ലാം. ലാം സിമ്പിൾ ആണ്. ലാം എപ്പോഴാണ് ഹെവി ആയിട്ട് വരുന്നത്? പിന്നെ ഇസ്മുൽ ജലാല, അള്ളാഹുവിന്റെ അത്യുന്നത നാമമായ അള്ളാ എന്ന് പറയുന്ന സമയം, അള്ളാ, അള്ളാഹു എന്ന് പറയുന്നത്, അള്ളാ എന്ന് പറയുമ്പോൾ ശരിക്കും അള്ളാ എന്ന് പറഞ്ഞ ലാമാണ്. അവിടെ അള്ളാ എന്ന് പറയുമ്പോൾ അൽ ഇലാഹ് എന്നുള്ള ലാമാണ് വരുന്നത്. പക്ഷെ ഈ ഇസ്മുൽ ജലാലിന്റെ കണ്ടീഷനിൽ അവിടെ ആ ലാമ് വരുന്ന സമയത്ത് എന്താവും? അള്ളാ എന്ന് ഹെവി ടോണിലായിരിക്കും. ഇത് രണ്ട് കേസിലുണ്ട്. ഈ ഇസ്മുൽ ജലാലിന്റെ മുമ്പേ കെസ്റ വന്നു കഴിഞ്ഞാൽ അള്ളാഹു എന്തായിരിക്കും? ലാമിന്റെ അതേ കണ്ടീഷൻ. ഇപ്പൊ ബിസ്മി, മീമിന് കെസ്റ വന്നു, പിന്നെ ഇസ്മുൽ ജലാല അള്ളാഹു ആണ് വരുന്നത്. ഇപ്പൊ ബിസ്മില്ലാഹ എന്ന് നമ്മൾ ബിസ്മില്ലാഹി എന്ന് നമ്മൾ പറയാറില്ല, ബിസ്മില്ലാഹി എന്നാണ്. ലാമിന്റെ ഒറിജിനൽ ടോണിലേക്ക് പോകും. പക്ഷെ ഫത്ഹ തൊട്ട് മുമ്പുള്ള ഹർഫ് ഫത്ഹയാണെങ്കിൽ അള്ളാഹ്, ബൊമ്മയാണെങ്കിൽ അള്ളാഹ്. ഉദാഹരണം ഇവിടെ നോക്കാം നമുക്ക്. ലാം കണ്ടില്ല, ഖതമ അള്ളാഹു. അപ്പൊ ഖതമ അള്ളാഹു എന്ന് പറയുന്ന സമയത്ത് ഇസ്മുൽ ജലാലയിലെ ലാം എന്തായിരിക്കും? ഫത്ഹയുമായിരിക്കും. അള്ളാ എന്ന് ഹെവി ആയിട്ട്. ശ്രദ്ധിക്കേണ്ടത് ലാമിന്റെ മഖ്റജിലാണ് പോയി തട്ടേണ്ടത് കേട്ടോ. ല ല ല ല എന്നുള്ളത് ഹെവിയാവും. അപ്പുറം നോക്കൂ, അൽഹംദു ലില്ലാഹി, ലാമിന് കെസ്റ, ലില്ലാഹി എന്നുള്ള ലാമിന് ലി ലാഹി കെസ്റ വന്നതുകൊണ്ട് അവിടെ സാധാരണ ലാമിന്റെ ശബ്ദം വന്നിട്ടുള്ളൂ. ഓക്കെ, ഇത് രണ്ടും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ചില സമയങ്ങളിൽ ഹെവി ആവുന്നത് റ ആണ്. റ രണ്ട് കണ്ടീഷനിലാണ്, ഫത്ഹയിലും ബൊമ്മയിലും. കെസ്റയിൽ എന്താ വരിക എന്നുള്ളത് ഇന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, പിന്നെ അബുസ്വാറഹും, സ്വാദ് ഫത്ഹ മുഫഖമ വന്നു, പിന്നെ റാബിൽ ഫത്ഹ. അപ്പൊ അബുസ്വാറ ഹെവിയാണ്. നേരെ മറിച്ച് അബുസ്വാരി, അബുസ്വാരി എന്ന് പറയുമ്പോൾ തർക്കീക്കിലേക്കാണ് പോകുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചു ഒന്നാമത്തെ ഹാല് ഫത്ഹയാണ്. ഫത്ഹക്ക് മുഫഖമ, ഈ അക്ഷരങ്ങൾക്ക് ഫത്ഹ കൊടുത്തിട്ട് നമ്മൾ പാരായണം തഹജ്ജുദ് ചെയ്യുമ്പോൾ ഫത്ഹയിൽ നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം? മുഫഖമ പറയണം. കാരണം അത് ചേഞ്ച് മാറിപ്പോകാൻ ചാൻസ് ഉള്ളത് ഫത്ഹയിലാണ്. ബൊമ്മയിലും കെസ്റയിലും ഒന്നും മാറൂല, അത് ഹെവി ടോണിൽ തന്നെ വരും. ഫത്ഹയിലാണ് മാറിപ്പോകാൻ ചാൻസ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഫത്ഹ മുഫഖമ എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മൾ പഠിപ്പിക്കും. അതായത് പഴയ കണ്ടീഷനിൽ നിന്ന് മാറ്റിയിട്ട് ഹെവി ടോണിലേക്ക് കൊണ്ടുവരും. അതാണ് ഈ 7 അക്ഷരങ്ങൾ, നേരത്തെ പറഞ്ഞ അക്ഷരങ്ങളാണ്. അതിന് നമ്മൾ പിന്നെ ഫത്ഹ നൽകുമ്പോൾ ആണ് ഹെവി ടോൺ ആയിട്ട് വരുന്നത്. അതിന്റെ ലഹജിയാണ് ഖ ഫത്ഹ മുഫഖമ ഖ എന്ന് ആ മുഴുവൻ ഹർഫ്. അതേപോലെ റ ഫത്ഹ മുഫഖമ റാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പിന്നെ ഒന്നാമത്തെ ഹാല് നമ്മൾ പഠിച്ചു, ഹുറൂഫുൽ മുഫഖമ. ഒന്നാമത്തെ ഹാലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് തജ്വീദ് നിയമം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയാ? ഹുറൂഫുൽ മുഫഖമ എന്നാണ് പറയേണ്ടത്. ഒന്നാമത്തെ ഹാലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമം എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ പറയേണ്ടത്? ഹുറൂഫുൽ മുഫഖമ, അതിലെന്താണ് മുഫഖമയായിട്ടുള്ള ഹർഫുകളുണ്ട് എന്നുള്ള അത് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, ഈ നിയമം എന്താണ് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, ഫേസ് 2 രണ്ടാമത്തെ ഫേസ് ആണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. പക്ഷെ ഇതിൽ നമ്മളൊരു കാര്യം കഴിഞ്ഞ ആഴ്ച പഠിക്കാത്തതുണ്ട്. കെസ്റ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് നോക്കിയാൽ മതി. നിങ്ങൾ ഈ ഹർഫുകൾക്ക് കംപ്ലീറ്റ് കെസ്റ നൽകിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് ചെയ്യേണ്ടത്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറയാൻ മറന്നുപോയതാണ്, നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് അക്ഷരങ്ങൾ ഇതേപോലെ ഓർഡറിൽ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫത്ഹയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഫത്ഹ മുഴുവൻ ഹർഫിനും ഫത്ഹ കൊടുത്ത് എഴുതി വായിച്ച് ഈ ഒരു ഓർഡറിൽ തന്നെ ഓരോ ലൈനിലും എത്ര ഹർഫുകളുണ്ട്? 7 ഹർഫുകൾ. 7 7 14 7 പിന്നെ 21 7 28. അപ്പൊ 28 ഹർഫുകൾ ഈ ഓർഡറിൽ കൃത്യമായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യാം? ഹർക്കത്ത് കൊടുക്കാം, ഫത്ഹ. അതേപോലെ ഇന്നിപ്പോ നമ്മൾ പറയുന്നത് കെസ്റയാണ്. അപ്പൊ ഹംസ കെസ്റ ഇ, ബ കെസ്റ ബി, ത കെസ്റ തി, ത കെസ്റ തി,
ജീം കസ്ര ജി, ഹ കസ്ര ഹി, ഖ കസ്ര ഖി, ദാൽ കസ്ര ദി, ദാൽ കസ്ര ദി, റ കസ്ര മുറക്കകാരി. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക് അതാണ് റ ബിൽ കസ്ര. അതേപോലെ റാവിന് തർക്കീക്ക്, റാവിന് തർക്കീക്കോട് ഉച്ചരിക്കും. തർക്കീക്ക് എന്ന് പറഞ്ഞാൽ രി എന്ന ശബ്ദത്തിലേക്ക് കേട്ടോ. തർക്കീക്ക് എന്ന് പറയുമ്പോൾ വേറൊന്നും ആലോചിക്കാനില്ല, അതിൻ്റെ ഒരു ലോലമാക്കിയിട്ട് രി എന്ന ശബ്ദത്തിൽ തർക്കീക്ക് രി, അതായത് റാന്റെ ശബ്ദം റ എന്ന് പറയുമ്പോൾ തഫീമാണ്, ഹെവിയാണ്. അപ്പൊ അതിന് കെസ്ര നൽകപ്പെടുമ്പോൾ രി എന്നായിട്ട് വരും. അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിനെ കുറച്ച് ഉദാഹരണങ്ങളും അത് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഒരു പിന്നെ ഡയഗ്രാം നമ്മൾ ഇന്ന് നമുക്ക് നോക്കാം. പിന്നെ അതിന്റെ സന്ദർഭങ്ങളിൽ നമ്മൾ ഓരോന്ന് പഠിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, ഇതാണ് ആ ഒരു ഡയഗ്രാം. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തേത് നിങ്ങൾ നോക്കൂ, തർക്കീക്കു റാ എന്നാണ്. റാവിന് തർക്കീക്ക് അതായത് രി എന്ന ശബ്ദം വരുന്ന സന്ദർഭങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്നാമത്തേത് റ ബിൽ കെസ്ര. റാവിന് കെസ്ര. റാവിന് കെസ്ര എന്ന് പറയുമ്പോൾ ഇപ്പോൾ റാവിന് ഇതിപ്പോ കെസ്രയാണ് അല്ലെ. അതേപോലെ കെസ്ര യമദ് വരുമല്ലോ, കെസ്ര യമദ്, അപ്പൊ രീ എന്ന് വരും. പിന്നെ അതേപോലെ തൻവീൻ കെസ്ര വരും, അപ്പൊ റിൻ എന്ന് വരും. അതേപോലെ ഷദ്ദവ കെസ്ര, ഷദ്ദ കെസ്ര എന്ന് പറഞ്ഞാൽ ഒക്കെ ഇനി വരാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്. ഷദ്ദിന് ഷദ്ദ കെസ്ര വരുമ്പോ അല്ല, അങ്ങോട്ട് വരാനുള്ള, നമുക്ക് പഠിക്കാനുള്ളതാണ്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് വരാനുള്ളതാണ്. ഇന്നിപ്പോ നമ്മള് രണ്ടാമത്തെ ഹാലാണല്ലോ ഇപ്പൊ പഠിക്കുന്നത്. രണ്ട് ഹർക്കത്ത് നിങ്ങൾക്ക് കാണാം ചില സമയത്തല്ല, ഖുറാനിൽ നോക്കിയാൽ കാണാം ഡബിൾ ചെയ്ത് ഹർക്കത്ത് ഡബിൾ ചെയ്തിട്ടുണ്ടാവും. അതിനാണ് തൻവീൻ എന്ന് പറയും. അതൊക്കെ ഒരു ടോപ്പിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ അതിന്റെ സമയത്ത് നമ്മൾ ക്ലിയർ ചെയ്യാൻ ഞാനിപ്പോ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെസ്ര, റായിന് കെസ്രയും റായിന് കെസ്ര വരുന്ന മറ്റുള്ള സന്ദർഭങ്ങളിലും, അതായത് റായിന് കെസ്ര വരുന്നത് ഒന്ന് കെസ്ര തന്നെ, രണ്ടാമത്തത് ഷദ്ദ കെസ്ര വരും. അതേപോലെ ഷദ്ദ കെസ്ര കെസ്ര യമദ് വരും. അതേപോലെ തൻവീൻ ബിൽ ഫത്ഹ, തൻവീൻ ബിൽ കെസ്ര. തൻവീൻ എന്ന് പറഞ്ഞാൽ ഇരട്ടിപ്പിക്കാണ് കേട്ടോ, ഹർക്കത്ത് ഇരട്ടിപ്പിക്കുക. അതായത് ഫത്ഹ ആണെങ്കിൽ 2 ഫത്ഹ കൊടുക്കും, അപ്പൊ അൻ. പിന്നെ കെസ്ര ആണെങ്കിൽ ഇൻ, ഉൻ എന്ന് ശബ്ദം വരുന്ന അതാണ് തൻവീൻ എന്ന് പറയുന്നത്, ആ ഒരു കണ്ടീഷൻ. അപ്പൊ അവിടെ തൻവീൻ ബിൽ കെസ്രയിൽ റായിന് മാത്രമാണ് കേട്ടോ ഇത്. അതും നിങ്ങൾ ആലോചിക്കണം, വേറെ എന്തിനേയും അല്ല, റായിന് മാത്രമാണ് ഈ ഒരു കണ്ടീഷൻ ഉള്ളത്. റായിന്റെ തൻവീൻ ബിൽ കെസ്രയിലും ഷദ്ദ തൻവീൻ ബിൽ കെസ്രയിലും ഷദ്ദ കെസ്രയിലും അതേപോലെ ഷദ്ദ കെസ്ര യാമദിലും അങ്ങനെ വരുന്നത്. അതായത് കെസ്ര റായിന്റെ കെസ്രയുടെ വ്യത്യസ്ത സന്ദർഭങ്ങളിലും എന്തായിരിക്കും രി എന്ന ശബ്ദമായിരിക്കും വരിക. അപ്പൊ നിങ്ങൾ നോക്കൂ, ബ രി ഖ, ബ രി ഖ. ഇവിടെ ബ റി ഖ അല്ല, ബ റി ഖ അല്ല, റായിന്റെ ആ ഒരു ശബ്ദമല്ല കെസ്ര വരുന്ന സമയത്ത് ബ റി ഖ എന്നല്ല വരിക, ബ രി ഖ, ബ രി ഖ. അപ്പൊ അവിടെ തർക്കീക്ക് എന്ന് പറയും, ഒരു രി ആക്കിയിട്ട് ഉച്ചരിക്കാം. അപ്പൊ ഒന്നാമത്തേതാണ്. രണ്ടാമത്തെ കേസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് നമ്മൾ ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ സന്ദർഭങ്ങളിലാണ് ഈ ഒരു കേസ് വരുന്നത്. ആ സമയത്ത് അത് ക്ലിയർ ആയിക്കോളും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, റാവിന് സുക്കൂന് വരികയാണ്, അതിന്റെ തൊട്ട മുമ്പിൽ നിന്നാണോ പറയാ അല്ലെങ്കിൽ പിന്നിലാണോ പറയാ? അപ്പൊ നിങ്ങൾക്ക് അവിടെ ഡയഗ്രത്തിൽ കാണുന്നില്ലേ, റാവിന് സുക്കൂന് വരെയും അതിന്റെ പിന്നിലുള്ളതെന്നാണോ പറയാ, അല്ലെങ്കിൽ മുമ്പിലല്ലല്ലോ അല്ലെ, റാവിന്റെ പിന്നിലുള്ള. മുമ്പിലുള്ളതല്ലേ? ഓക്കെ, അല്ലല്ലോ, അത് നിങ്ങൾ അറബിയാകുമ്പോ മുമ്പില്. മുമ്പിലാണോ പിമ്പിലാണോ നിങ്ങൾ തീരുമാനിച്ചോളി. സംഭവം മനസ്സിലായല്ലോ. റാവിന് സുക്കൂന് വരുന്നു, അതിന്റെ ആദ്യം ഈ വരുന്ന ഹർഫിന് കെസ്രയും പിന്നീട് റാ വന്നിട്ട് റാവിന് സുക്കൂനും വരികയാണെങ്കിൽ അപ്പൊ ക്ലിയർ അല്ലേ? ഈ സുക്കൂൻ എന്ന് പറയുന്നത് ലൊമ്മ തന്നെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അല്ല, സുക്കൂൻ എന്ന് പറയുന്നത് എന്താ പറയാ, അവിടെ കാണുന്ന ലൊമ്മയല്ല, ലൊമ്മ വേറെ തന്നെയാണ്. അവിടെ ഒരു ചെറിയ ഇങ്ങനെ ഒരു ലൊമ്മായിട്ട് ഇങ്ങനെ ഒരു വാലുണ്ടാവും, ഇതിന് വാലില്ല. ഇത് ജസ്റ്റ് ഒരു ഹാലിന്റെ സുക്കൂനാണ്. നമ്മൾ 10ാമത്തെ ഹാല് പഠിക്കുക. 10ാമത്തെ ഹാലാണ് ശരിക്കും സുക്കൂൻ എന്ന് പറയുന്നത്.
നമ്മൾ ഓക്കെ വേറെ ഓക്കെ ഓക്കെ. സുക്കൂൻ പഠിച്ചിട്ട് പൂജ ഇട്ടിട്ടല്ല പഠിക്കണത്. സുക്കൂന് ഇതിലെന്തോ ഇങ്ങനെ ഒരു പോലെ. അല്ല, സുക്കൂന് വേറെ അതെന്താണ് അങ്ങനെ നമ്മള് പൂജ ഇട്ടിട്ട് ഖുർആനിൽ പൂജ ഇട്ട് വരുന്നത് വേറെ തന്നെ ഉണ്ട്, പൂജയായിട്ട് വരുന്നത്. ഇപ്പം പിന്നെ എന്താ പറയാ, ഖുർആനിലെ സുക്കൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റഹ്സു ഹ ആണ്. ഹ എന്ന ഹർഫിന്റെ തലയാണ് സുക്കൂനുകൾ ഖുർആനിൽ വരുന്നത്. പിന്നെ നമുക്ക് സുക്കൂന് വേറെ രണ്ടെണ്ണം പഠിക്കാനുണ്ട്. സുക്കൂനായിട്ട് സുക്കൂൻ എന്നല്ല സിഫ്ർ എന്നാണ് പറയാ. പൂജ, വട്ടപൂജ. ഇപ്പൊ സഫീത്താത്ത ചോദിച്ചതുപോലെ പൂജയായിട്ട് വരുന്ന അല്ലെ, സുക്കൂൻ എന്ന് പറഞ്ഞാൽ വട്ടപൂജ അല്ലെ, പൂജ ഇട്ടിട്ടല്ലേ കൊടുക്കലെന്നാണ് ചോദിച്ചത്. പക്ഷെ ഖുർആനിലെ സുക്കൂനുകളിൽ എന്താണ്, ഖുർആനിലെ സുക്കൂനിന് പറയുന്നത് ശരിക്കും റസു ഹ ആണ്, ഹാന്റെ തലയാണ്. ഓക്കെ, അപ്പോ ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക്കാണ്. കാരണം നമ്മളിപ്പോ ബിഗിനിങ് ഇത് പണ്ടുള്ള മുസഫിലെല്ലാം അങ്ങനെ സീറോ പോലെ തന്നെ ഉണ്ട് അങ്ങനെ ഉണ്ട് ഉണ്ട് കാണുന്നുണ്ടല്ലോ. പണ്ടത്തെ നമ്മളെ മലപ്പുറം പ്രിന്റ് എന്ന് പറയുന്ന പ്രിന്റിലൊക്കെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഖുർആനിൽ വേറെ രണ്ട് വട്ടപൂജ കൂടി ഉണ്ട്, അപ്പൊ കൺഫ്യൂഷൻ ആവും. അപ്പൊ ശരിക്കും ഖുർആനിലെ സുക്കൂന് എന്ന ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ മാറ്റിയിട്ടുള്ള ലിപി ഇപ്പൊ പുതിയ വരുന്നതില് മാറ്റിയിട്ടുള്ള അതെ എഴുതിയാ അതെ, ഈ പുതിയ ലിപിന്നല്ല. റസ്മുൽ ഉസ്മാനി പട്ടാവില്ലേ? റസ്മി ഉസ്മാനിയിൽ കൃത്യമായിട്ട്, അതായത് ഇപ്പൊ വരുന്നതിൽ അങ്ങനെ ഉണ്ട്. പക്ഷെ ഇത് പല നാടുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആൻ അവരെ രീതിയിൽ എഴുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നിങ്ങൾ പറഞ്ഞ ഈ സുക്കൂന് കാണുന്ന കുറച്ച് കാലം മുമ്പേ കാണുന്ന ഖുർആനിലൊക്കെ സുക്കൂന് പൂജയായിട്ട് തന്നെ എഴുതിയിരുന്നിട്ടുണ്ടായി. അപ്പൊ അത് നമ്മൾ മലപ്പുറം ഖുർആൻ, മലപ്പുറം എഡിഷനൊക്കെയാണ് പറയാറുണ്ടായിരുന്നത്. ഇപ്പൊ അത് പോയിട്ടുണ്ട്, അതില്ല. ഇപ്പൊ ശരിക്കും മദീനയിൽ നിന്ന് ഇറങ്ങുന്ന ഖുർആൻ ഉണ്ട്, മദീന മുനവ്വറ. ആരെങ്കിലും ഹജ്ജ് ഉംറക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അതിൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ സുക്കൂന് വട്ടപൂജ ആയിരിക്കില്ല കാണുന്നത്. വട്ടപൂജ കാണുന്നത് വേറെ എന്നാ. വട്ടപൂജ രണ്ട് ടൈപ്പ് വട്ടപൂജ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വേറെ ടോപ്പിക് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അത്. അപ്പൊ ഒക്കെ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാനുള്ള വിഷയമാണ്. സുക്കൂനായാലും സുക്കൂൻ എങ്ങനെ എന്താണ് എന്നുള്ളത് 10ാമത്തെ ഹാലിലാണ് വരിക. ഇപ്പൊ നമ്മൾ 2-ലെത്തിയിട്ടുള്ളൂ. അപ്പൊ വെയിറ്റ്, നിങ്ങൾ ബേജാറാവണ്ട, തിരക്കൂട്ടണ്ട, ഒക്കെ നമ്മൾ കവർ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ ഓതുന്ന സമയത്ത് കെസ്ര റാഇന് സുക്കൂൻ അങ്ങനെ വരുന്ന, അത് കെസ്ര എന്ന് പറയുമ്പോൾ അവിടെ ഏത് ഹർഫും ആവാട്ടോ, ഏത് ഹർഫും ആവാം. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കിപ്പോ അല്ലെ, ഫിർഔൻ അല്ല, നമുക്ക് ഉദാഹരണത്തിന് പറയാം ഫിർഔന അല്ല, ഫിർഔന എന്നാണ് വായിക്കേണ്ടത്. ചില ആൾക്കാർ തെറ്റ് ഫിർഔന എന്ന് വായിക്കും. ഫാഇന് കെസ്രയും റാഇന് സുക്കൂനും വന്നു കഴിഞ്ഞാൽ ആ റാ എന്താ റി എന്ന ശബ്ദത്തിലാണ് പാരായണം ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന്റെ നേരെ താഴ്ത്ത് വന്നു നോക്കൂ. കെസ്ര, അതായത് 3 ഹർഫുകൾ കണക്കൂട്ടാ. ഒന്നാമത്തെ ഹർഫിന് കെസ്ര വന്നു, രണ്ടാമത്തെ ഹർഫിന് സുക്കൂന് വന്നു, റാഇന് സുക്കൂനും നൽകി. അങ്ങനെയാണെങ്കിൽ അവിടെയും റ് എന്ന ശബ്ദമാണ് വരിക. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇത് പറയാ, ഈ പിന്നെ ഇതിന് പറയുന്ന പേര് ഇപ്പൊ നിങ്ങൾ കാണുന്നത് എന്താണ്, ലീൻ എന്നാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരു സാധനമാണ്, അതുകൊണ്ട് ഇപ്പൊ അതെന്താന്ന് ചോദിക്കരുത്. ലീനാണ് ഇത്, വേറെ മദ്ദാണ്. മദ് അതായത് ലീനും മദ്ദിന് ശേഷം വരുന്ന സുക്കൂന് നൽകി വഖഫ് ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് രി എന്നാണ്. അപ്പൊ നമുക്ക് ഉദാഹരണം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് കൂടുതൽ 41 ഒറ്റ മിനിറ്റ്, ഫോർത്ത് ഒന്നുകൂടി പറയാ. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഉദാഹരണം വരുമ്പോ നമുക്ക് ക്ലിയർ ആവും. ഒറ്റ മിനിറ്റ്. ഇത് മജ്രേഹ എന്നാണ്, മജ്റാഹ എന്നാണ് എഴുതിയിട്ടുള്ളതും പാരായണം ചെയ്യുമ്പോൾ മജ്രേഹ. ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ മജ്രേ എന്നാണ്. അവിടെ ഇമാലത്ത് സംഭവിക്കുന്ന വിശുദ്ധ ഖുർആനിൽ ഹബ്സ് റിവായത്ത് പ്രകാരം, ഹബ്സ് റിവായത്ത് എന്നൊക്കെ പറയുമ്പോൾ ബേജാറാവണ്ട, നമ്മളെ ഖുർആന് പിന്നെ എഴുത്ത്, നമ്മളുടെ ഖുർആനിന്റെ ആ ഒരു എഴുത്തിന്റെ പിന്നെ ഫോളോ ചെയ്യുന്നത് ഹബ്സ് റിവായത്താണ്. ഹഫ്സ് ഇബ്നു ആസിം എന്ന് പറയുന്ന ആളെ ഇതാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്നത്, നമ്മളും ഫോളോ ചെയ്യുന്നത്. അപ്പം വിദേശത്തുള്ള ആളുകൾക്കൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള കിറാത്തൊക്കെ ഇപ്പോൾ യൂട്യൂബ് വ്യാപകമായതുകൊണ്ട് വ്യത്യസ്ത കിറാത്തുകളൊക്കെ കേൾക്കാൻ പറ്റും, നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായത്. അപ്പൊ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്ത റിവായത്തുകളുണ്ട്. ഏഴോളം ഫേമസ് കിറാത്തുകളുണ്ട്. അതില് ഹഫ്സ് റിവായത്താണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇന്ത്യക്കാരായാലും ഏകദേശം മുസ്ലിങ്ങളിൽ 99% ആ ഒരു ലെവലിലാണ്. കുറച്ച് ആളുകൾ മാത്രം കാലൂൺ, അതേപോലെ വേറെ അങ്ങനെ കുറച്ചെണ്ണം ഉണ്ട്.
ഞാൻ പിന്നീട് പറഞ്ഞിട്ട് നമുക്ക് അത് അവസാനമാകുമ്പോൾ നമുക്കൊന്ന് അതിനെ കുറിച്ച് പറയാം. അപ്പൊ അങ്ങനത്തെ കുറെ ഉണ്ട്. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഹഫ്സ് ഇബ്നു ആസിം, നമ്മൾ ഫോളോ ചെയ്യുന്ന റിവായത്ത് പിന്നെ ആ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ഇതൊക്കെ ഒന്ന് നമുക്ക് ഉദാഹരണം വരുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. നോക്കൂ നിങ്ങൾ, ഫിർഔന ഫാഇന് കെസ്റയും റാ സുക്കൂനും. ഇപ്പൊ മനസ്സിലായല്ലോ. അതായത് റാ സുക്കൂനിന്റെ തൊട്ട മുമ്പേ വരുന്ന ഹർഫിന് കെസ്റ വരികയാണെങ്കിൽ അവിടെ രി എന്ന ശബ്ദം ഫിർഔന എന്നായിട്ട് വരും. ഫിർഔന. രണ്ടാമത്തെ നോക്കൂ, ഹാഇന് കെസ്റ വന്നു, ജീമിന് കെസ്റ വന്നു, റാഇന് സുക്കൂന് വന്നു. അപ്പൊ അവിടെ ഹിജിർ എന്നായി. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഹാഇന് കെസ്റ, ജീമിന് സുക്കൂന്, റാഇന് സുക്കൂന് അല്ലെ. അപ്പൊ ഹിജിർ എന്നല്ല വരിക, ഹിജിർ എന്ന ശബ്ദത്തിലാണ് അവിടെയും റാഇന് വരുന്നത്. ഓക്കെ. ഇപ്പൊ അടുത്തത് നോക്കൂ നിങ്ങൾ, ഖദി, ഖദി ദാൽ കെസ്റ യാ മദാണ്. ഖദി ഖദി അല്ലെ, അതാണ് യാ മദ്. ശേഷം റാഇന് സുക്കൂന് നൽകാണ്. അപ്പൊ ഖദീർ അല്ല ഖദീർ, നദീർ, കബീർ ഒക്കെ രി എന്ന ശബ്ദമാണ് വരിക. ഓക്കെ. ഇപ്പൊ നോക്കൂ, ഇവിടെ നോക്കൂ, ജാസ്മിനെ എന്താ സംശയം ഉണ്ടോ? അതെ, മൂന്നാമത്തത് ആ വരുന്നത് അത് അതിന്റെ സുക്കൂന്റെ മുന്നേ ഉള്ള കെസ്റ ഉണ്ടാണോ വരുന്നത്? അതായത് മൂന്ന് ലെറ്റർ കൂട്ടാ നമ്മൾ, 3 ലെറ്റർ. അതിൽ മൂന്നാമത്തിന്റെ തുടക്കത്തിലെ ലെറ്റർ കെസ്റയും പിന്നീട് സുക്കൂനും റാഇന് സുക്കൂനും വരിക. അങ്ങനെ വരുന്ന സമയത്താണ് അവിടെ രി എന്ന ശബ്ദം. ഫത്ഹയാണെങ്കിൽ ഹാഇന് ഫത്ഹയാണെന്ന് കൂട്ടുക, ഹജിർ. ഹജിർ ആണെങ്കിൽ റ് തഫ്തീലാണ് വരിക. പക്ഷെ കെസ്റ വന്നു കഴിഞ്ഞാൽ എന്തായി? ഹിജിർ, ഹിജിർ. അതേപോലെ തന്നെയാണ് താഴെ കാണുന്നത്. നോക്കൂ, ഖൈർ, ഖൈർ. നമ്മളെല്ലാരും ചിലപ്പോ ഖൈർ എന്നായിരിക്കും പറയാം. ഖൈർ, ഖൈർ, അള്ളാഹു ഖൈറാക്കട്ടെ എന്ന് പറയല്ല. ഖൈറാക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിട്ടോളി, കാരണം അവിടെ നിൽക്കുന്നൊന്നുമില്ല. ഖൈറാന്നാണ്, ഫത്ഹയാണ് വരുന്നത്. ഖൈർ എന്ന് വെക്കാൻ പാടില്ല. ഖൈർ, ഖൈർ, ഖൈർ. അതേപോലെ ഖദീർ, ഖദീർ ഒക്കെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ്. ഈ പിന്നെ ഹർഫുല്ലീന് പഠിക്കാനുള്ളതാണ്, മറ്റത് ആരിൽ സുക്കൂൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പഠിക്കാനുള്ളതാണ്. ഒക്കെ പഠിക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ബേജാറാവേണ്ട ആവശ്യമില്ല. അവസാനത്തത് പിന്നെ വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമേ, സൂറത്ത് ഹൂദിലെ പറയാ ഖുർആനിൽ വരുന്ന സമയത്ത് തർക്കീക്കോട് കൂടി ഖൈർ എന്ന് പറയരുത്, എന്ന് പറയരുത്. അതായത് തഫ്സീമായിട്ട് പറയരുത്. ഓക്കെ. അപ്പൊ അവസാനത്തെ കള്ളിയിൽ കാണുന്നത് ഹൂദ് 41-ാമത്തെ ആയത്തിൽ വരുന്ന ഒരൊറ്റ വാക്കാണ്. വിശുദ്ധ ഖുറാനിൽ അത് മാത്രമാണ് ഇമാലത്തോടു കൂടി വരുന്നത്. ഇമാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാലത്ത് ശരിയ എന്നുള്ളതാണ് ഉദ്ദേശം. ഇമാലത്തോടു കൂടി, ഇമാലത്ത് എന്ന് പറഞ്ഞാൽ ശരിയ. രി എന്നുള്ളത് ഒന്നുമില്ലേ? ബിസ്മില്ലാഹി മജ്രേഹാ വമുർസാഹാ. ഓക്കെ. ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കാൻ മാത്രമാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പഠിച്ചത് രണ്ടാമത്തെ ഹാല് മാത്രമാണ് കെസ്റ. ആ കെസ്റ പറയുന്ന സമയത്ത് റാ കെസ്റ മുറക്കക്കാരി, റാ കെസ്റ മുറക്കക്കാരി, ബ ഫത്ഹ ബ, റാ കെസ്റ മുറക്കക്കാരി ബരി, ഖ ഫത്ഹ മുഫഖമ ഖ ബരി ഖ. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാ നമ്മൾ ഇങ്ങോട്ട് നോക്കും നിങ്ങൾ. ഇതെന്താണ് ഇപ്പോ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. സാറേ, രണ്ടാമത്തെ ഹാല് പറയുമ്പോഴേ അതൊന്ന് സ്ലോ ആക്കി ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരോ, റിപ്പീറ്റ് ചെയ്തിട്ട് സാറ്? രണ്ടാമത്തെ ഹാല് പറയുമ്പോൾ രണ്ടാമത്തെ ഹാല് എന്താണ് പറയാൻ? കെസ്റ വന്നിട്ട് വരുന്നത് സാർ ഒന്ന് കുറച്ച് സ്പീഡിൽ പറഞ്ഞല്ലോ, അത് ഒന്നുകൂടി ഒന്ന് ഫസ്റ്റ് തൊട്ട് ഒന്ന് പറഞ്ഞുതരോ, സ്ലോ ആക്കിയിട്ട്. ഈ ഡയഗ്രം ആണോ നിങ്ങൾ ചോദിച്ചത്? ഈ ഡയഗ്രം നമ്മള് ടൈം ചെയ്ത് പോകുമ്പോ ബാ കെസ്റ അതാണ്. ബാ ഫത്ഹ ബാ കെസ്റ മുറക്കക്ക അതാ. അതന്നെ. വെയിറ്റ് ചെയ്തോളൂ, നമുക്ക് പറയാം. നമ്മൾ അതിലേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ. ഇപ്പൊ ജസ്റ്റ് ഇതൊന്ന് പിന്നെ നോക്കാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ. ഹുറൂഫുൽ അറബിയ, അക്ഷരങ്ങൾ, 28 ശബ്ദമുള്ള അക്ഷരങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചു.
അതേപോലെ ഹുറൂഫുൽ ഇസ്തിഅല അക്ഷരങ്ങൾ രണ്ടായിട്ട് പ്രൈമായിട്ട് രണ്ടെണ്ണായിട്ട് മെയിനായിട്ട് മേജർ രണ്ടെണ്ണായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഹുറൂഫുൽ ഇസ്തിഅല വ ഇസ്തിഫാല രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഹുറൂഫുൽ മുഫഖമയും അതേപോലെ ഹുറൂഫുൽ മുഫഖമയായിട്ട് വരുന്ന 7 അക്ഷരങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചു. മുഫഖമ ദായിമൻ എല്ലാ സമയത്തും മുഫഖമയായിട്ട് വരുന്ന അക്ഷരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ചില സമയങ്ങൾ മുഫഖമയായിട്ട് വരുന്നത് ഉണ്ട് എന്ന് പറഞ്ഞു. മുറക്കക്ക ദായിമൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് കംപ്ലീറ്റ് എല്ലാപ്പോഴും മുറക്കക്ക തർക്കി, അതായത് അതിന്റെ ലോലമാക്കിയിട്ട് ഉച്ചരിക്കണം എന്ന് പഠിച്ചു. അതേപോലെ 20 ഹാലുണ്ട്, 28 അക്ഷരങ്ങൾക്ക് 20 ഓരോ അക്ഷരങ്ങൾക്കും 20 ഹാലുണ്ട് എന്ന് പഠിച്ചു. പിന്നെ പഠിക്കുന്നത് ഹാല് അവല് ഫത്ഹ, ഒന്നാമത്തെ ഹാല് ഫത്ഹയാണ്. ഫത്ഹയിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഇസ്തിഅല വ ഇസ്തിഫാല, അതായത് മുഫഖമ മുറക്കക ഫത്ഹ കൊടുക്കുന്ന സമയത്ത്. രണ്ടാമത് നമ്മൾ ഹാല് താനി കെസ്ര, രണ്ടാമത്തെ ഹാല് കെസ്രയാണ്. അതെന്താണ്? തർക്കീഖു റാന് തർക്കീഖ് സംഭവിക്കാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. മൂന്നാമത്തെ ഹാലിലേക്ക് പോകുന്നു. നിങ്ങൾ ചോദിച്ച ഇതിന്റെ ശേഷം നമുക്ക് പറയാട്ടോ. നിങ്ങൾ ഈ ഒരു ബൊമ്മയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ വർക്ക് ചെയ്യാനുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. ഓക്കെ, ഹാലാണ് ബൊമ്മ. ബൊമ്മകൾ നല്ലോണം നോക്കുമ്പോൾ കാണില്ലേ, ഒരു തലേക്കെട്ടാണ്, ഒരു കെട്ടിട്ട ഒരു ഇങ്ങനെ ഒരു കുളത്താണ്. കാണുന്നുണ്ടോ അതില്? വളരെ ചെറുതാണ്, കുറച്ച് വലുതാക്കേണ്ടിയിരുന്നു അല്ലേ? ഒരു ബൊമ്മ, ഒരു കുഞ്ഞി കെട്ടിട്ട് ഒരു വാവ് എന്ന് പറയാം, ചെറിയ വാവിന്റെ ഒരു രൂപമാണ് ബൊമ്മ. ഓക്കെ, അപ്പൊ അത് 3 എണ്ണം ഇവിടെ നിങ്ങൾക്ക് എഴുതി കാണാം. അന്ന് പിന്നെ ഒരാള് ഇത് മുകളിലത്തേതൊന്ന് പറയാ, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നിങ്ങൾ കേട്ടോളൂ. എന്നിട്ട് നിങ്ങൾ 1-2 ആൾക്കാർ അത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, റ ഫത്ഹ മുഫഖമ റ നമ്മൾ പഠിച്ചതാണ്. റ ഫത്ഹ മുഫഖമ റ. രണ്ടാമത്തേത് റ കസ്ര മുറക്കക മുറക്കക രി. റ കസ്ര മുറക്കക രി. പിന്നെ മലയാളത്തിൽ വേണം എഴുതിക്കോളൂ, മുറക്കക. ബാക്കി അറബിക്ക് ഞാൻ തരത്ത് ഇതിൽ പെട്ടിട്ടില്ല എന്ന് ചെറിയ സംശയം. അപ്പോൾ പിന്നെ അതേപോലെ റ ബൊമ്മ മുഫഖമ. മറ്റുള്ള ഹർഫുകൾ ബൊമ്മ പറയുമ്പോൾ മുഫഖമ പറയണ്ട. പക്ഷെ റാ പറയുമ്പോൾ നമ്മൾ ഫത്ഹയും ബൊമ്മയും മുഫഖമ, കാരണം കെസ്ര വരുന്ന സമയത്ത് തർക്കീക്ക് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് റാഇന് വേണമെങ്കിൽ ബൊമ്മ പറയുമ്പോൾ മുഫഖമ എന്ന് പറയും, പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മറ്റുള്ള ഹർഫുകളൊക്കെ ഫത്ഹയിൽ മുഫഖമ പറഞ്ഞാൽ മതി. ഓക്കെ, സഫിയത്ത പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് പറഞ്ഞു. താഴെയുള്ളതും പറയാം. എങ്ങനെ? ഷീൻ ഫത്ഹ ഷ, ക ഫത്ഹ ക, ഷ ക, റ ഫത്ഹ മുഫഖമ റ, ഷ ക റ. അതേപോലെ അടുത്തത് ബ ഫത്ഹ ബ, റ കസ്ര മുറക്കക രി, ബരി, ഖ ഫത്ഹ മുഫഖമ ഖ, ബരി ഖ, കഫ് കറുമ, ക ഫത്ഹ ക, റ ضم മുഫഖമ റു, കറു, മീം ഫത്ഹ മ, ഖറുമ. അപ്പോ ഇതേപോലെ ഒന്ന് പറയാം. റ രി റു, ഷ ക റ, ബരി ഖ, കറുമ. ഒരു 2 ആള്. സാറേ അതൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് സ്ലോലോ ഒന്ന് പറഞ്ഞുതരുമോ? റസിയത്ത തലേ കേട്ടോളൂ. ഒരാള് അത് റാ ഫത്ഹ റാ, റ ഫത്ഹ റാ മുഫഖമ റാ ഫത്ഹ റാ ഫത്ഹ മുഫഖമ റാ, റാ കസ്ര രി, റ കസ്ര റാ മുറക്കക ലം അല്ല, റ കസ്ര മുറക്കക തർക്കീക, റാ കസ്ര മുറക്കക രി, റാ ലമ മുഫഖമ റു, റ രി റു, റ രി റു, ഷ ഫത്ഹ ഷ, ഷ ക അല്ല, ഫത്ഹ ഷംനാസ് ക, ഷ അല്ല, ഷീനാണ്. ഷീൻ ഫത്ഹ ഓക്കെ, ഷ. ഷീൻ ഫത്ഹ ഷീൻ ഫത്ഹ ഷ. സാവധാനം പറഞ്ഞാൽ മതി, തിരക്കൂട്ടണ്ട. ഓക്കെ, ഷീൻ ഫത്ഹ ഷ, ക ഫത്ഹ ക, റ ഫത്ഹ മുഫഖമ റ, ശകറ. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഷീൻ ഫത്ഹ ഷ, ക ഫത്ഹ ക, ഷക രണ്ടും ജോയിൻ ചെയ്തു. പിന്നെ റ ഫത്ഹ മുഫഖമ റ, ശകറ. പോവാ. അടുത്തൊന്നും അങ്ങനെ പറഞ്ഞു നോക്കൂ. ബ ഫത്ഹ ബ, റ കസ്ര രി, ബരി, റ കസ്ര രി, അല്ല, റ കസ്ര ഒരു എന്തോ ഒരു സാധനം, റ കസ്ര മുറക്കക, റ കസ്ര മുറക്കക രി, ബരി,
ഖാഫ് ഫത്ഹ മുഫഹമ ഖ ബരീക. വെരി ഗുഡ്. ക ഫത്ഹ ക ക അല്ല കാഫ്. കാഫ് ഫത്ഹ ക. കാഫ് ഫത്ഹ ക. റ ലമ്മ മുഫഹമ റു കറു. മീം ഫത്ഹ മീം ഫത്ഹ മുറക്കക മ അല്ല കറുമ. മീം ഫത്ഹ. മീം മീം നോർമൽ മീം ആണല്ലോ, അപ്പൊ മീം ഫത്ഹ മ അങ്ങനെ പറഞ്ഞാൽ അവിടെ മുറക്കക്ക പറയണ്ട. പറയണ്ട. തർക്കീക്ക് നമ്മൾ പറയാറില്ല, കാരണം അത് തർക്കീക്കോട് കൂടി തന്നെയാണ് ശരി. ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹെവി മുഫഹമ പറയാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ മുഫഹമ പലപ്പോഴും മുഫഹമയാകാറില്ല. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞിട്ട് റെഡിയാക്കാണ്. അത് മുഫഹമയാണ്. അപ്പൊ നമ്മൾ ആ ഉച്ചാരണം മനസ്സിൽ ഇങ്ങനെ കൂടി വരും. അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഫത്തഹയിൽ മുഫഹമ കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ പറയാം. ഓക്കെ. റാ ഫതഹ മുഫഖമ റ. റാ കിസ്റ മുറഖഖ രി. റാ വമ്മ മുഫഖമ റു. ശഖറ ഷ ഷീൻ റ രി രു. ശഖ റു റു. ഷീൻ ഫതഹ ഷ. കാഫ് ഫതഹ കാഫ്. റാ മുഫഖമ ചേർക്കണം. شك را فتحة مفخمة را شكر. باء فتحة باء را كسرة مرققة دي بادي. قاف فتحة مفخمة قا بارقة. كاف فتحة كا. را وما مرققة رو. മുറക്കാണോ? അത് ഇസ്രയേൽ മാത്രല്ലേ അതിന് മുറക്കൊക്കെ സംഭവിക്കുള്ളൂ. مفخمة رو. ميم فتحة ما كرما. വെരി ഗുഡ്, മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്. ഓക്കെ, ആരും ഒരാളും കൂടി പറഞ്ഞോളൂ, എന്നിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. പ്രാക്ടീസ് ആണ്. റാ ഫത്ഹ മുഫഖമ റ. റാ കസ്റ മുറക്കക രി. റാ വമ്മ മുഫഖമ റു. റാ രി റു. ശക്കറ ഷീൻ ഫത്ഹ ഷ. കാഫ് ഫത്ഹ ക ശക. റാ ഫത്ഹ മുഫഖമ റ ശഖറ. ബരിക ബാ ഫത്ഹ ബ ബരിക ബാ ഫത്ഹ ബ. റാ കസ്റ മുറക്കക രി ബരി. ഖാഫ് ഫത്ഹ മുഫഖമ ഖ ബരിക. കറുമ കാഫ് ഫത്ഹ ക. റാ ലമ്മ മുഫഖമ റു കറു. മീം ഫത്ഹ മ കറുമ. ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാ. നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം അതിന് ശേഷം. ഓക്കെ, അപ്പൊ ഇത് പിന്നെ ബൊമ്മ ഇട്ടുകഴിഞ്ഞിട്ട് ഇതേപോലെ നിങ്ങളെ പേജിൽ എഴുതി വെക്കണം കേട്ടോ. ഹംസ ബൊമ്മ ഉ, ബ ബൊമ്മ ബു, ത ബൊമ്മ തു, ത ബൊമ്മ തു, അങ്ങനെ ഓരോ നിങ്ങൾ എഴുതി വെക്കണേ. ഇതിങ്ങനെ നിങ്ങളെ കൊണ്ട് തന്നെ പിന്നെ പറയിച്ച് റെഡിയാക്കേണ്ട ഒരു ഇതാണ്. സമയക്കുറവ് മൂലം ഞാൻ സമയം ഉണ്ടെങ്കിൽ അതിലേക്ക് പോകും. ഓഡിയോ ഉണ്ടോ സർ? ഈ പറയുന്നതിന് ഓഡിയോ ഉണ്ടോ? ഓഡിയോ വരും. ഇതിന്റെ ഓഡിയോ അല്ല, വീഡിയോ ലിങ്ക് ആയിട്ട് കിട്ടണ്ടല്ലോ. നമുക്ക് കിട്ടിയില്ലേ ഇതുവരെ? നമ്മത്ത് ഉച്ചരിക്കണതുണ്ടാവല്ലോ. കിട്ടലുണ്ട്. ബൊമ്മ. ഓക്കെ, അതൊക്കെ അങ്ങനെ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫത്ഹ കസ്റ ബൊമ്മയാണ്. ഇനി ഇങ്ങോട്ട് നിങ്ങൾ നോക്കുക, ഇതുവരെ പറയാത്ത ആൾക്കാരായിരിക്കണം ഇനി ഓരോ വാക്കും പറയേണ്ടത്. ഒരു വാക്ക്, അതിന്റെ ആയത്ത്, ആ ഒരു വാക്കിനെ തഹജ്ജ് ചെയ്യുക. ഫുൾ പ്രാക്ടീസ് ആണ്. ഓക്കെ, ഒന്നാമത്തെ വാക്ക് എന്താണ്? ലു ഐന. ഒരാള്, ഇതുവരെ പറയാത്ത ഒരാള് മൈക്ക് തുറന്നു. ഓക്കെ, ലുഈന. ഈ ആയത്ത് ഓതൂ ആദ്യം. لعن الذين كفروا من بني إسرائيل
إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യോ, കാരണം അവിടെ ഈസ ബിന എന്ന ഈസ ബിനി ആക്കി, കാരണം ഞാൻ ലിങ്കിൽ ഇടുമ്പോൾ നമ്മൾ തെറ്റ് ഇങ്ങനെ പോയി പോകും, അതുകൊണ്ടാണ്. ഓക്കെ. وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. അവിടെ തന്നെ തുടങ്ങിക്കോളൂ. لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون. ഒന്ന് തഹജ്ജ് ചെയ്യൂ. ലാം വമ്മാലു ഐൻ കസ്റായി ലുഇ നൂൻ ഫത്ഹ ന ലുഇന. വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്, ബാറക്കല്ലാഹു ഫീ. അടുത്ത ആള്. അസ്സലാമു അലൈക്കും. കാഫ് ലമ കത്തിബ കുത്തിബ. ഓക്കേ, ദായിത്ത് ക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അക്ഷരങ്ങൾ ഒന്നും കൂടി റെഡിയാക്കിയാൽ മതി, ഉഷാറായിട്ട് പറയാൻ കഴിയും. കാഫ് ലമക്കു ത കസ്രാത്തി കുത്തി ബ ഫത്ഹ ബ കുത്തിബ. അതില് ഇത് നാറൻ അങ്ങനല്ലേ? എത്ര ശ്വാസമില്ല അവിടെ. അവിടെ വോയിസിൽ ചെറിയ കട്ട് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അവിടെ ക്ലിയർ ആക്കാതെ മുറിഞ്ഞു പോയതുകൊണ്ട്. ഉസ്താദ് നമ്മളത് പാരായണം ചെയ്യുമ്പോൾ അത് ശ്വാസം എന്തായാലും ബ്രേക്ക് ചെയ്യേണ്ടി വരില്ലേ? അവിടെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അത് നമ്മൾ അതിനനുസരിച്ച് ബ്രേക്ക് ചെയ്യണം. നോക്കിയിട്ട് നമ്മൾ നല്ലൊരു പോയിന്റിൽ കൊണ്ടുപോയിട്ട് എവിടെങ്കിലും കൊണ്ടുപോയി വെക്കരുത്. ആനസ്തു എന്ന് പറയുന്നത് അവിടെ നിർത്താണെങ്കിൽ ആനസ് അലിഫ് എന്നോണ്ട് ഇത് നാറാന്ന് പറഞ്ഞു നിർത്തിക്കൂടെ? അവിടെ നിർത്താം. പക്ഷെ പിന്നെ ഫക്കാലോട്ട് അലിഫ് എന്നോണ്ട് അല്ല, അത് കുഴപ്പമില്ല. അവര് തീ കണ്ടൂലേ, ഫക്കാല അങ്ങനെ പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ന് അവിടെ വഖഫ് ചെയ്യാനുള്ള അലാമത്തൊന്നും ഇല്ല. അവിടെ നിർത്താത്തതാണ് നല്ലത്. അപ്പൊ അലിഫ് വന്നാന്ന് അലിഫ് വന്നില്ല. അലിഫ് വരുന്നതൊക്കെ പഠിക്കാണ്ട് സഫിയത്താത്ത ബേജാറാവണ്ട. അവിടെ നാറെന്ന് പറഞ്ഞ തെൻവീനാണ്. തെൻവീനിന് ശേഷം ഫാവ് വന്നപ്പോൾ അതിന് നിയമങ്ങൾ ഉണ്ട്, അവിടെ നിയമങ്ങൾ പഠിക്കാനുണ്ട്. ആ നിയമം അവിടെ എത്തുമ്പോൾ നമ്മൾ പഠിക്കും. അവിടെ അലിഫ് വന്നില്ലെങ്കിൽ ബേജാറാവണ്ട. അലിഫ് വരാൻ ഒരു കാരണമുണ്ട്. തൻവീനിൽ ഫത്ഹയിൽ അലിഫ് വരുന്നതിന് ഒരു കാരണമുണ്ട്. ആ കാരണം നമ്മൾ വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അത് പിന്നെ 7ാമത്തെ ഹാലെത്തണം. 7ാമത്തെ ഹാലിലാണ് നമ്മൾ പഠിക്കുക. നിങ്ങൾ ഈ ചോദിക്കുന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾ ബേജാറാവണ്ട കേട്ടോ. അപ്പൊ പിന്നെ അങ്ങനെ പോവാം. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓതാത്ത. പരമാവധി നിങ്ങൾ എന്നെ വർക്ക് ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ടാണ്. അടുത്തൊരാള് ചെയ്യാത്തൊരാള് മൈക്ക് ഓൺ ചെയ്യും. ശരിയായ بسم الله الرحمن أم لم ينبأ بما في صحف موسى. صحفي صاد ضمة مفخمة
ഹു ലൊമ്മ ഹു സുഹു അല്ല ബൊമ്മ. ആദ്യം ഹർഫിന്റെ പേര് പറയാ പിന്നെ ബൊമ്മ ഹാല് ബൊമ്മ ഹു സുഹു. ഓക്കെ. സ്വാദ് ലൊമ്മ മുഫഖമ സു ലൊമ്മ ഹു സുഹു ഫാദ് കസ്റ ഫി സുഹുഫി. വെരി ഗുഡ്. ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. സാറേ ഇതില് യുനബ്ബ എന്നുള്ള ഒന്ന് സാറൊന്ന് മതി. അംലം യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസ. യുനബ്ബ എന്ന് വെക്കരുത്. യുനബ്ബ ബിമാ ഫീ സുഹുഫി മൂസ. ഓക്കെ ഓക്കെ. അടുത്ത ആള്. നെക്സ്റ്റ് പറയാത്ത ആള് ഒന്ന് മൈക്ക് തുറന്നു. ഈ ആയത്ത് പാരായണം ചെയ്തു. أعوذ بالله من الشيطان الرجيم فإذا نقر في الناقور نقر نون ضم نو كاف كسر نقي را قاف كسرة كي نقي را فتحة مفخمة را نقير. വെരി ഗുഡ്. അടുത്തൊരാള്. ഖാഫിന് മുറക്കക്ക എന്തിനാ പറയുന്നില്ലല്ലോ. മുറക്കക്ക റാഇന് വരുന്ന സമയത്ത് മാത്രമാണ് രി എന്ന ശബ്ദത്തിൽ. ഓക്കെ. നെക്സ്റ്റ് ഒരാള്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. കുറച്ച് ഭാഗങ്ങൾ ശരിയാക്കാനുണ്ട്. ഇവിടെ ഇപ്പൊ നേരത്തെ ആരോ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഷദ്ദുള്ള ഹർഫ് തുടക്കത്തിൽ, പിന്നെ എന്തുകൊണ്ടാന്നൊക്കെ ചോദിച്ചു. ഇവിടെ നോക്കുന്നു ലാമിന് ഷദ്ദാണ് വന്നത് അല്ലേ. പിന്നെ ജസീർ കാരെ ചോദിച്ചത്. ജസീൽ കാരെ ചോദിച്ചു. അതെ ഞാൻ ചോദിച്ചിരുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ എങ്ങനെ പാരായണം ചെയ്യാ? ഇവിടെ വരാൻ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊട്ടപ്പുറത്ത് ഉള്ള ആയത്തുമായിട്ട് ജോയിന്റ് ചെയ്യുന്നതിനെ കൊണ്ടാണ് അവിടെ ഷദ്ദ് വരുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ കാണാം, ചിലപ്പോ തുടക്കത്തിലുള്ള ഹർഫിന് ഷദ്ദ് കാണാം. അപ്പൊ ആ ഷദ്ദ് എന്തായിരിക്കും? ഒരിക്കലും ഖുർആനിൽ തുടക്കത്തിൽ എന്തുണ്ടാവില്ല, ഷദ്ദ് ഉണ്ടാവില്ല. അത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ അവിടെ അങ്ങനെ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ട അടുത്ത വാക്കിനോട് ജോയിൻ ചെയ്യുന്ന. ഇവിടെ നോക്കൂ, ഫി ഗഫ്ലത്തിൻ, പിന്നെ മീമിന് ഷദ്ദ് കണ്ടില്ലേ? ആ തിൻ എന്നുള്ള തെൻവീനുമായിട്ട് റിലേറ്റഡ് ആണ് ആ മീമിന്റെ ഷദ്ദ്, അല്ലാണ്ട് മീമിന് സ്വന്തമായിട്ടുള്ള ഷദ്ദല്ല. ആ തെൻവീന് വരുന്നത് കൊണ്ടാണ് എന്ത് വന്നത്? മീമിന് ഷദ്ദ് വന്നത്. അതേപോലെയാണ് ലാം. അപ്പൊ ഇത് എങ്ങനെ പാരായണം ചോദിച്ചു കഴിഞ്ഞാൽ ഷദ്ദ് ഒഴിവാക്കിയിട്ട് ലഖദ് കുന്ത, അല്ലാണ്ട് ലഖദ് എന്ന് ഷദ്ദ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന സാന്ദർഭികമായിട്ട് വന്നതുകൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞതാണ്. ഇപ്പാണ് ക്ലിയർ ആയത്. അപ്പോ അഷഫ്കാക്ക ചെറിയ സ്ഥലങ്ങളിലൊക്കെ എവിടെയൊക്കെ റെഡി ആക്കാൻ ഉണ്ട് കേട്ടോ. അഷഫ്കായ പറയുന്നതിന്റെ ഇടയിൽ അതങ്ങോട്ട് കാഫിൽ ഒന്നും കൂടി ക്ലിയർ ആണ്. പിന്നെ ബസറുക്ക എന്നുള്ളത് ക്ലിയർ ആയി. ആങ്ക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ക എന്നുള്ളതിലേക്കാണ് പോകുന്നത്. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ പിന്നെ ഫകശഫ്ന എന്ന് കുറെ നീട്ടി, അങ്ങനെ നീട്ടണ്ട. ഫകശഫ്ന അൻക റിദാ എന്നുള്ളടത്ത് വരണം. അവിടെ മറ്റേത് ഫകശഫ്ന എന്നുള്ളടത്ത് 2 മദ്ദ് മതി. ഒന്നുകൂടി ഓതിയിട്ട് ടൈം ചെയ്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. എന്നുള്ള ഹെവി ആണല്ലോ. അപ്പൊ
വായി നിറക്കണം. ഈ വൈനും ഹെവിയാണ്, ത്വാവും ഹെവിയാണ്. طيب ഓക്കെ ഓക്കെ, ഇനി ഒന്ന് സൈഡ് ചെയ്തോളൂ. فبصرك فا فتحة فا با فتحة با فبا صا فتحة مفخمة സ്വാദ് صا സ്വാദ് صبس സ്വാദ് ഫത്ഹ മുഫഖമ സ്വാ ബ സ്വാ ഫ വേണം അവിടെ നിന്നോട്ടെ. ഫ എന്ന് പറഞ്ഞാൽ ചേർത്താൻ ഉപയോഗിക്കുന്ന ബസറുക ബസറുക صاد فتحة مفخمة صا بسا راو ضمة مفخمة رو بصروا فبصروا خاء فتحة كا فبصرك. ഓക്കെ ഓക്കെ ഓക്കെ, ശുക്രൻ, ജസാക്കല്ലാഹ്. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തത്തെ പഠനത്തെ സ്വാധീനമായി സ്വീകരിച്ചു. പല തരത്തിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് പഠിതാക്കൾ ഈ ഒരു കുടുംബത്തിലുള്ള പിന്നെ പഠിതാവ് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലുള്ള ഗ്രൂപ്പിൽ ചിലപ്പോൾ അതിന്റെ പ്രാർത്ഥനയുടെ വോയിസൊക്കെ കേട്ടിട്ടുണ്ടാകും. അതേപോലെ നമ്മുടെ കൂടെയുള്ള ആളുകളിൽ പല ആളുകളും പല ആളുകളും പല രീതിയിൽ പ്രയാസം അറിവുകളായിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ കിട്ടാൻ ഓരോരുത്തരും എല്ലാവരും സന്തോഷത്തോടെ കുടുംബത്തോടുകൂടി ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി. ഓക്കെ, റോബിൻ പിന്നെ ഇത് ചൊല്ലിക്കോളൂ, പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിച്ചോളൂ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. അള്ളാഹുവെ, നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. നീ അല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിന്നിലേക്ക് ഞാൻ പശ്ചാത്താപിച്ചു മടങ്ങുകയും നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.